ഇപ്പോൾ ആരോഗ്യം മോശമായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഒരു ഇടത്തെ കൈയും ഇടത്തെ കാലും സുഖമില്ലാതായിപ്പോയി. സിനിമയിൽ അധികം സൗഹൃദങ്ങളുമില്ല, അധികം ബന്ധങ്ങളില്ലാത്തത് കാരണം സുഖമൊക്കെ മാറി വരുമ്പോഴത്തേക്കും പുതിയ അവസരങ്ങൾ ലഭിക്കുവാണെങ്കിൽ നമുക്ക് ഞാനൊക്കെ ചോദിക്കട്ടെ, ജഗദീഷ് സാറൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് അഭിനയിച്ചു. നമുക്കയുടെ അഭിനയം നോക്കി ഇപ്പം ഓരോ ദിവസം അദ്ദേഹം തേച്ച് മിനുക്കി എന്തോ ഒരു തിളക്കമാണ് അഭിനയത്തിന്. ഒരാൾക്ക് അവസരം കിട്ടിയാലല്ലേ അയാൾക്ക് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. ബന്ധപ്പെടുന്നവരോട് ഞാൻ പറയുന്നത്, ഈ സാഹചര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. അസുഖം വന്നപ്പോഴല്ലേ നമ്മൊന്നും വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. എനിക്ക് വേണ്ട ചികിത്സാ സഹായം ചെയ്യാനും ഏറ്റവും മുന്നിൽ നിന്ന ഒരു വ്യക്തിയാണ് രമേഷ് പിഷാരടി. മനസ്സിലേക്ക് ഒരു സ്വാധീനം ചെലുത്തിയ ഒരു കലാരൂപമാണ് മിമിക്രി. ഒരുപാട് സ്ഥലം നമ്മൾ സ്വപ്നം കാണാൻ പറ്റാത്ത രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജാലകം ടിവിയിലേക്ക് സ്വാഗതം. ചിരിക്കാൻ കഴിയാത്ത ഒരു ദിവസം, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. കടുത്ത ദാരിദ്ര്യത്തിലൂടെ തെരുവുകളിൽ അലഞ്ഞു ജീവിച്ച പിൽക്കാലത്ത് ലോകപ്രശസ്തനായ ചാർലി ചാപ്ലിൻ്റെ വാക്കുകളാണിത്. ഇതുപോലെ നിരവധി സ്റ്റേജ് ഷോകളിലൂടെ കോമഡി പ്രോഗ്രാമുകൾ ചെയ്ത് ഏറ്റവും നല്ല കൊമേഡിയനുള്ള അവാർഡ് ലഭിച്ച മലയാളത്തിൻ്റെ പ്രിയങ്കരനായ, മലയാളികളുടെ മനസ്സ് കവർന്ന ഒരു ഹാസ്യ സാമ്രാട്ടാണ് ഇന്ന് ജാലകം ടി വിയുടെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ സധൈര്യം നേരിട്ട് പുതിയ പ്രതീക്ഷകളെ കാത്തിരിക്കുന്ന നമ്മുടെ ഉല്ലാസ് പന്തളം. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ഉല്ലാസ് ചേട്ടനെ ജാലകം ടി വിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഉല്ലാസ് ചേട്ടാ, ഉല്ലാസിൽ നിന്നും ഉല്ലാസ് പന്തളം എന്ന മേൽവിലാസത്തിലേക്ക് ഉള്ള വളർച്ചയെ കുറിച്ച് ചേട്ടനൊന്ന് പറയാമോ? ആദ്യം ഉല്ലാസ് പന്തളം. അതിൻ്റെ കാരണം മിമിക്രി എന്ന കലയാണ്. മിമിക്രി എന്ന കലയാണ് ഉല്ലാസ് എന്ന ആളിനെ ഉല്ലാസ് പന്തളമാക്കി. അതായത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലോ കോളേജ് പ്രീ ഡിഗ്രി വരെ പഠിച്ചു. ആ പ്രീ ഡിഗ്രി കാലയളവിലോ ഞാൻ ഒരു സ്റ്റേജിലും കയറിയിട്ടില്ല. വളരെ യാദൃച്ഛികമായി മിമിക്രി എന്ന കല ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ മിമിക്രി എവിടെ ഉണ്ടെങ്കിലും ഞാൻ കേൾക്കാൻ പോകും. അന്ന് പന്തളത്തെ ഏറ്റവും 9 ദിവസത്തെ ഉത്സവം ഉള്ളതെന്ന് പറഞ്ഞാൽ പന്തളം നവരാത്രി മണ്ഡപത്തിലായിരുന്നു. അവിടെ കൊല്ലൻ സിറാജിക്കയും ആലപ്പി സജീവേട്ടന്, അതുപോലെ പ്രശസ്തരായിട്ടുള്ള കൊച്ചിയിലുള്ള ഒരുപാട് മിമിക്രി, അന്നത്തെ സ്റ്റാറായിട്ടുള്ള മിമിക്രി കലാകാരന്മാരുടെ മിമിക്സ് പരേഡുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പോവുകയോ അതിനകത്ത് അങ്ങനെ ഒരു സ്വാധീനം, മനസ്സിലേക്ക് ഒരു സ്വാധീനം ചെലുത്തിയ ഒരു കലാരൂപമാണ് മിമിക്രി. ആ മിമിക്രിയിൽ നിന്നാണ് ഉല്ലാസ് പന്തളത്തിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ സഞ്ജയന വീട്ടിലെ ഒരു ഉണ്ടായിരുന്നു. അതുപോലെ പിന്നെ പോലീസ് സ്റ്റേഷനിലെ, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവസ്ഥകളൊക്കെ കാണിച്ചിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സത്യം പറഞ്ഞാൽ അത് പറയേണ്ട കേസില്ല. ഇപ്പോഴും അതൊക്കെ ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്ത സ്കിറ്റുകൾ. അതിൽ പ്രധാനപ്പെട്ട സ്കിറ്റുകളാണ് ഇപ്പോൾ സൂചിപ്പിച്ച പോലീസ് സ്റ്റേഷന്. ഈ ക്യാരക്ടറിനൊക്കെ ഓരോ ഐഡന്റിറ്റി ഉണ്ട്. അതായത് പോലീസുകാരൻ എന്ന് പറയുമ്പോൾ ലാത്തിയിൽ കടിക്കുന്ന ഒരു പോലീസുകാരൻ, പുറംകാലം കൊണ്ട് അടിക്കുന്ന ഒരു പോലീസുകാരൻ, അങ്ങനെ ആ ക്യാരക്ടറിനെ രജിസ്റ്റേർഡ് ആക്കുന്ന 1-2 സ്വഭാവങ്ങൾ അതിനുണ്ട്. അതായിരിക്കാം ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ സഞ്ജയന്റെ വീട്ടിൽ കള്ളു കുടിച്ചിട്ട് വരുന്ന ഒരു മരുമകൻ, അതാണ് ഇപ്പൊ ചോദിച്ചത്. അതും ഇപ്പോഴും യൂട്യൂബിൽ അത് ഒരുപാട് പേര് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പം ജീവിതത്തിലെ എങ്ങനെയാണ് അത്രയും ഗൗരവക്കാരനാണോ അതോ ഹാസ്യമായിട്ടുള്ള ഒരു രീതിയാണോ ജീവിതത്തിലും പാലിക്കുന്നത്? ഞാനങ്ങനെ വളരെ എന്നാൽ എപ്പോഴും തമാശ പറയുന്ന ഒരാളല്ല. പിന്നെ സൗഹൃദങ്ങളുടെ ഇടയിൽ എപ്പോഴും നമ്മൾ തമാശയാണ്. എൻ്റെ സൗഹൃദങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന തമാശകളാണ് എൻ്റെ സ്കിറ്റുകളിൽ സ്വാധീനിക്കാറുണ്ട്. ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. വീട്ടിലങ്ങനെ തമാശ പറയുന്ന ഒരു സ്വഭാവക്കാരനല്ല അധികം, ആവശ്യത്തിനേ ഉള്ളൂ. എന്നാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളുകൾ തന്നെയാണ്. ചേട്ടാ സിനിമയിൽ അഭിനയിച്ചല്ലോ, അപ്പൊ ആ ഒരു അനുഭവത്തെ കുറിച്ചൊന്ന് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിച്ച ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു 10-60 സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ചൊക്കെ ചെറിയ ചെറിയ സിനിമകളായിരുന്നു. പിന്നെ 1-2 വലിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ആലിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായി പൊണ്ണെന്ന് പറഞ്ഞ പോലെ ഒരവസരമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ വയ്യാതായത്. സിനിമയിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളൊന്നും പറയാനില്ല. കാരണം സിനിമയിൽ അത്രയ്ക്ക് തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലായിരുന്നു സിനിമയില്. നല്ല അഭിനയിച്ച കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു കൊച്ചു സിനിമയാണ്. അത് പെരുങ്കാളിയാട്ടം പറയുന്നൊരു സിനിമയുണ്ട്. തവനൂറുള്ള ഒരു സുനിൽ എന്ന് പറയുന്ന ഒരു ചേട്ടൻ സംവിധാനം ചെയ്തത് പെരുങ്കാളിയാട്ടം. ആ സിനിമയിൽ എനിക്ക് നല്ല വേഷമായിരുന്നു. അതൊരു കുഞ്ഞു സിനിമ ആയതുകൊണ്ട് അധികം പേരാരും അങ്ങനെ. അതിനകത്തൊരു ഭക്തവത്സലൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരന്റെ കഥാപാത്രമായിരുന്നു. അധികം പേരൊന്നും അത് കണ്ടില്ല, അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല സിനിമ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സിനിമയിലുള്ള അനുഭവങ്ങൾ. കാരണം സിനിമയിൽ ഒരുപാട് മമ്മൂക്കയുടെ ഒരു പടത്തിൽ അഭിനയിച്ചു, 1-2 പടത്തിൽ. പിന്നെ ജയസൂര്യയുടെ ഒരു പടം, ബിജു മേനോൻ ചേട്ടന്റെ ഒരു പടം, ദിലീപ് ഏട്ടന്റെ ഈ അടുത്ത ബബ്ബ എന്ന് പറഞ്ഞ പടം, അതിൽ ചെറിയ വേഷം ചെയ്തു. ഇങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നീട് സിനിമയിൽ അധികം സൗഹൃദങ്ങളുമില്ല, അധികം ബന്ധങ്ങളില്ലാത്തത് കാരണം അധികം വലിയ സിനിമകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി വരുമായിരിക്കും, വരുമ്പോൾ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലാണ്. അസുഖമൊക്കെ മാറി വരുമ്പോഴത്തേക്കും പുതിയ അവസരങ്ങൾ ലഭിക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കാം. ഈ അനാരോഗ്യമായിട്ടുള്ള ഈ അവസ്ഥയ്ക്ക് മുൻപും പിൻപുള്ള കലാജീവിതത്തെ കുറിച്ച് ഒന്ന് പറയാം. അസുഖം വരുന്നതിന് മുമ്പ് ആരോഗ്യം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കലാരംഗത്ത് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പൊ ആരോഗ്യം മോശമായതുകൊണ്ട് ബുദ്ധിമുട്ടാണ് കലാരംഗത്ത് പ്രവർത്തിക്കാൻ. എനിക്കിപ്പം സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ആരോഗ്യം അനുവദിക്കുന്നില്ല. അങ്ങനല്ലല്ലോ ആരോഗ്യമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് സിനിമ വേണേൽ ചെയ്യാം, സ്റ്റേജ് ഷോ ചെയ്യാം, എന്ത് കലാകാരൻ എന്ന നിലയ്ക്ക് എന്ത് കലാപരിപാടിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഷോർട്ട് ഫിലിം ആയാലും പിന്നെ ആൽബംസ് ആയാലും നിസ്സാര ഒരു ഉദ്ഘാടനത്തിന് പോകാനാണെങ്കിലും ഒക്കെ പറ്റുമായിരുന്നല്ലോ. അപ്പൊ അതിനുശേഷം നമുക്ക് പരിമിതികൾ ഒരുപാടാണ്. ഇടത്തെ കൈയും ഇടത്തെ കാലും സുഖമില്ലാതായിപ്പോയി. അപ്പൊ അതിനുശേഷം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഗൾഫ് പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? ഇഷ്ടം പോലെ. ഈ കല കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് രാജ്യങ്ങൾ കാണാനും ഒരുപാട് രാജ്യങ്ങളിൽ പരിപാടി അവതരിപ്പിക്കാനും അവസരം കിട്ടി എന്നുള്ളതാണ്. ഒരുപാട് നമ്മൾ സ്വപ്നം കാണാൻ പറ്റാത്ത രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റി. ഉല്ലാസേട്ടന്റെ പ്രോഗ്രാമുകളൊക്കെ സ്ഥിരമായി കാണുന്നവരാണ്. എന്റെ അച്ഛനൊക്കെയാണ് ഉല്ലാസേട്ടന്റെ ഒരു ആരാധകൻ തന്നെയാണ്. ഇപ്പം ഈ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന സമയത്ത് പോലും അച്ഛൻ 1-2 സീനിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും ഒക്കെ ഒരു ഹാസ്യം ഒളിപ്പിക്കുന്നുണ്ട്. ഉല്ലാസേട്ടൻ എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറ്റുന്നു? ഒന്നും മനഃപൂർവ്വമല്ല, അതൊക്കെ വന്ന് അത് അങ്ങനെ വന്ന് സംഭവിക്കുന്ന. നമ്മളിപ്പോ ഒരു തുടക്കത്തിലൊന്നും അങ്ങനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് കുറെ സ്കിറ്റുകളൊക്കെ ചെയ്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് എവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനെ ചെയ്യും. തുടക്ക സമയത്ത് അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒരേപോലെ ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി വരുന്ന വ്യത്യസ്തതകളാണ്. പിന്നീട് നമ്മളിൽ ഏറ്റവും കുറെ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഏത് ജോലിയും എക്സ്പീരിയൻസ് ആണ് അതിനെ പരിപൂർണതയിൽ എത്തിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
പ്രീപ്ലാൻഡ് ആയിട്ടല്ലോ. ഞാൻ കേട്ടു, ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരാൾക്ക് ഒന്നും ചെയ്യാൻ ഒക്കില്ല. 10-25 സിനിമ, 10-25 ഒന്നും അല്ല. ഞാനൊക്കെ ചോദിക്കട്ടെ, ജഗതി സാറൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് അഭിനയിച്ചു. ഇപ്പൊ അങ്ങനെ ഇപ്പം വയ്യാതിരിക്കുകയാണെങ്കിലും അതിനു മുമ്പ് എവിടെ എങ്ങനെ എടുത്തറിഞ്ഞാലും 4 കല്ലേ വന്ന് നിൽക്കത്തുള്ളൂ. അതെന്താണെന്നറിയോ? അത് എക്സ്പീരിയൻസിന്റെ ഗുണമാണ്. മമ്മൂക്കയായാലും മമ്മൂക്കയുടെ അഭിനയം നോക്കി ഇപ്പം ഓരോ ദിവസം അദ്ദേഹം തേച്ച് മിനുക്കി എന്തോ ഒരു തിളക്കമാണ് അഭിനയത്തിന്. അത് എക്സ്പീരിയൻസിന്റെ ആണ്. നമ്മളിപ്പോൾ ഒരു ഏത് പണി ചെയ്താലും, ഒരു പെയിന്റിങ് ആയാലും ഏത് ജോലി ചെയ്താലും ആ എക്സ്പീരിയൻസ് കൂടുന്തോറും അദ്ദേഹത്തിന്റെ ആ വർക്കിന് മികവ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോ പണ്ട് പറയാലോ, താഴെ നിർത്തിയാലല്ലേ എനിക്ക് അഭ്യാസം കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒരാൾക്ക് അവസരം കിട്ടിയാലല്ലേ അയാൾക്ക് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. ഏത് മേഖലയിലായാലും അവസരമില്ലാതെ എന്തായാലും ചെയ്യാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. 1-2 പടം ചെയ്തത് കൊണ്ടൊന്നും ഒരാൾ സിനിമാ നടനാകില്ല. കൂടുതൽ അവസരങ്ങളും നല്ല കഥാപാത്രങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമേ എക്സ്പീരിയൻസിൽ കൂടി അദ്ദേഹത്തിന് മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിക്കാനും അത് വ്യത്യസ്തമാക്കാനും പറ്റുകയുള്ളൂ. അതുപോലെ സ്കിറ്റിനകത്ത് ഞാൻ സ്കിറ്റിൽ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് പിന്നീട് ആലോചിക്കുക നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ അതൊരു കളവായി മാറി. അപ്പൊ നമുക്ക് അതിനകത്തൊരു സ്വാതന്ത്ര്യം ഉണ്ടാകും. ആ സ്വാതന്ത്ര്യം കിട്ടണം. ഒരു ആർട്ടിസ്റ്റിന് ഒരു സ്വാതന്ത്ര്യം കിട്ടണം. അപ്പോഴേ അവനൊരു പരിപൂർണമായ ഒരു ജനം ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഉൽപ്പന്നം നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ചേട്ടാ, അനീഷ് ബാല്, അജിത് കൂത്താട്ടുകുളം എന്നിവരുമായിട്ടുള്ള ആ ഒരു സൗഹൃദത്തിന്റെ പേരിലാണല്ലോ നമുക്ക് ഒരു ചാനല് തുടങ്ങി വെച്ചത്. അപ്പം ചാനൽ തുടങ്ങി അങ്ങനെയല്ല. അതായത് ഞങ്ങള് കോമഡി സ്റ്റാറിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അജിത് കൂത്താട്ടുകുളം, ജോബി പാല, മനോജ് വഴിപ്പടി, ഞങ്ങളെല്ലാം ഒരു ടീമായിരുന്നു. ടീം 4 സ്റ്റാർസ്. അന്ന് അനീഷ് പാല്, നരിയാപുരം വേണു, സുനിൽ അർത്തുങ്കൽ, വാളത്തുങ്കൽ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ്, സജി മൈനാപ്പള്ളി എന്ന് പറയുന്ന ഒരു KSRTC ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, അവരെല്ലാം വേറൊരു ടീമായിരുന്നു. ഇവര് ആ കോമഡി സ്റ്റാറിൽ നിന്ന് പുറത്തായതിനു ശേഷം അനീഷ് പാലിനെയൊക്കെ ഞാൻ എൻ്റെ കൂടെ കൂട്ടി ഞങ്ങൾ സ്റ്റേജ് ഷോകൾ, ഗംഭീര ഷോകൾ ചെയ്തു. ഒരുപാട് ഷോകൾ ഞങ്ങൾ ചെയ്തു. അത് ഇപ്പോഴും എന്നെ വിളിക്കും. സൗഹൃദത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അജിത് കൂത്താട്ടുകുളം ആയാലും ഇപ്പോഴും ഞങ്ങൾ സൗഹൃദം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമായിരുന്നു. ഞാനും എൻ്റെ ഫാമിലി മൊത്തം പോയി ഞങ്ങൾ കല്യാണത്തിന് പങ്കെടുത്തു. ഇപ്പോഴും ജോബി ആണെങ്കിൽ ഈ ഇടയ്ക്ക് ആക്സിഡന്റ് ആയിട്ട് കിടക്കായിരുന്നു. ജോബി പാല വിളിച്ച് പിന്നെ ഞാൻ കോട്ടയത്തെ ഒരു റീഹാബ് സെന്ററിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ അവിടെ വന്ന് കാണാനൊക്കെ വരികയൊക്കെ ചെയ്തു. ഇപ്പോഴും എല്ലാവരോടും നല്ല സൗഹൃദത്തിലാണ് പോകുന്നത്. പിന്നെ അനീഷ് പാലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് എൻ്റെ കാര്യങ്ങളെല്ലാം അവരാണ് നോക്കി നടത്തിയത്. ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു മനുഷ്യനാണ്. എനിക്ക് താങ്ങായിട്ട് നിന്നത് ഒരു വ്യക്തിയാണ് അനീഷ് പാൽ. ഇത്ര സൗഹൃദം. ചേട്ടാ, അഭിനയിച്ച കഥാപാത്രങ്ങളിലെയോ അല്ലെ സ്കിറ്റിലെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഒന്ന്? ഇപ്പൊ ഞാനേ അത് പറയാനുള്ള ഒരു സാഹചര്യത്തിലല്ല. എനിക്ക് സ്പീച്ചിങ്ങിന്റെ പ്രോബ്ലം ഇപ്പോഴും ഉണ്ട്. ബ്രീത്തിങ്ങിന്റെ പ്രോബ്ലം ഉണ്ട്. അടുത്ത പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ ഒന്നോ? പ്രോജക്റ്റുകളൊന്നും ഓണായിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം, എനിക്ക് സുഖമില്ലാതിരിക്കുവാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. പിന്നെ എന്നെ ബന്ധപ്പെടുന്നവരോട് ഞാൻ പറയുന്നത്, ഈ സാഹചര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. അങ്ങനോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാവരും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അവരോട് അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്ക് ഈ സുഖമില്ലായിരിക്കുന്ന ഒരവസ്ഥയിൽ അവർ ആശിച്ച് പ്രതീക്ഷയോടെ എടുക്കുന്ന ഒരു സിനിമയിൽ എന്നെ കൂടെ കയറ്റണമെന്ന് പറയുന്നത് മര്യാദകേടല്ലേ? കാരണം സുഖമില്ലാത്ത ഒരാളെ എങ്ങനെ അവർ ചെയ്യും? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോരായ്മകളുള്ള കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യുന്നത് പോലെ അല്ലല്ലോ. എല്ലാവരും വിളിച്ച് നമ്മൾ അവസരം ചോദിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അവർ ഒരുപാട് പ്രതീക്ഷയോട് ആയിരിക്കുമല്ലോ പടം എടുക്കുന്നത്. അസുഖമൊക്കെ മാറി കഴിയുമ്പോൾ എല്ലാവരെയും ഒന്ന് സമീപിക്കണം. സഹായിക്കാവുന്നവരുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയിലാണ്. എന്തായാലും നമുക്ക് തിരിച്ചു വരണം. തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഉല്ലാസേട്ടാ, അപ്പം ഞങ്ങള് ജാലകം TV ഒരു ഷോർട്ട് ഫിലിം ഇപ്പം തയ്യാറാക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഉല്ലാസേട്ടനെ ക്ഷണിച്ചാൽ അഭിനയിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലേ? എന്താ ബുദ്ധിമുട്ടോ? അഭിനയിക്കാൻ വിളിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. ജാലകം TVക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നിയതിൽ വലിയ സന്തോഷം.
തീർച്ചയായിട്ടും ഞാൻ അഭിനയിക്കും. ചേട്ടൻ പറഞ്ഞു പിന്നെ സ്കിറ്റില് നമുക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ അഭിനയിക്കാൻ പറ്റും. അത് സിനിമയിൽ ആ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ? സിനിമ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമില്ല എന്നല്ല, പക്ഷെ നമുക്ക് സൗഹൃദങ്ങൾ അതിനകത്ത് കുറവാണ്. പലരും നമുക്ക് പരിചയമില്ലാത്ത മുഖങ്ങളായിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. നമ്മുടെ സ്കിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വന്തം ഫാമിലിയുടെ മുമ്പിൽ ചെയ്യുന്ന പോലാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റേ അതല്ല, ഓഡിയൻസ് ആയിട്ട് നാട്ടുകാരുണ്ട്, അവിടുത്തെ നാട്ടുകാരുണ്ട്, പിന്നെ സംവിധായകൻ, ഇതൊക്കെ നല്ല നമ്മുടെ ഒരു ഭയഭക്തികളൊക്കെയാണല്ലോ അവിടെ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലെന്നാ പറഞ്ഞത്. മനസ്സിലായി? ഞാൻ പറഞ്ഞ മനസ്സിലായി. നമ്മുടെ കോമഡി സ്കിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫ്ലോറിനകത്ത് നിന്ന് ചെയ്യുന്ന ഒരു കംഫർട്ട് നമുക്ക് സിനിമയിൽ വരുമ്പോൾ നമുക്കില്ലാതെ പോകുന്നത്. അതാണ് നമ്മുടെ പോരായ്മ. അത് മനസ്സിലായില്ലേ? അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അത് പ്രശ്നമല്ല, അത് മാറി വരും, ഓട്ടോമാറ്റിക്കലി മാറി വരും. അതെന്താണെന്നറിയോ, എനിക്ക് മറ്റേനകത്തുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് അവിടെ കംഫർട്ടായിട്ട് തോന്നുന്നത്. ആ ലെവലിൽ എത്തണം നമ്മൾ. സിനിമ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ആ ലെവലിൽ എത്തിയാൽ നമ്മൾ സക്സസ് ആയി. അതാണ് ഉദ്ദേശിച്ചത്. അത് അവിടെ സ്വാതന്ത്ര്യം തരാത്തോണ്ടല്ല, നമ്മളായിട്ട് നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. പന്തളം ബാലൻ ചേട്ടന്റെ കൂടെ ഒക്കെ എനിക്ക് പാടാനുള്ള അവസരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്റർവ്യൂലൊക്കെ അനിയനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. എപ്പോഴും പറയുന്നുണ്ട്. അപ്പം സംഗീതം അത്യാവശ്യം പാടുന്നതായിട്ടൊക്കെ ഞാൻ പാടുമായിരുന്നു. വലിയ പാടാനല്ല, അത്യാവശ്യം നമ്മുടെ ചെറിയ ചെറിയ പാല് കാച്ച്, കല്യാണ തലേന്ന്, പിന്നെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഞാൻ പാടുമായിരുന്നു. രണ്ടുപേരും ഒന്ന് പാടാവും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അസുഖം വന്നതിന് ശേഷം അപ്പൊ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ഞാൻ അണ്ണനോട് ചോദിച്ചായിരുന്നു, എന്താണ് അപ്പോൾ എനിക്ക് പാടാൻ പറ്റുന്നില്ല. പുള്ളി പറഞ്ഞു, പൾമിനോളജി എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്, പൾമിനോളജി വിഭാഗം കൈകാര്യം ചെയ്യും. അത് ആ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടു. അപ്പോൾ അത് കുറേ എക്സർസൈസാണ് തന്നേക്കുന്നത്. ഇതൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അത് ബ്രീത്തിങ് പ്രോബ്ലമാണ് ഇതിനകത്തുള്ള മെയിൻ കേസ്. നമ്മുടെ ഈ സ്പീച്ച് തെറാപ്പി, ഞാൻ ഈ 1-ാം തീയതി കൊണ്ട് വീണ്ടും സ്പീച്ച് തെറാപ്പിയും കാര്യങ്ങൾക്കൊക്കെ പോവാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ശരിയാവുമായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. പാട്ട് പാടിയ കൊച്ചു പിള്ളേർ പാടുന്നതുപോലെ ഇപ്പൊ പാടിയത് അതുകൊണ്ടാണ്. അല്ല, ഇപ്പൊ ഞാൻ പാടുന്നതിന് എന്താ, ഞാൻ പാടില്ല എന്താ, ഇവിടെ പന്തളം ബാലന്റെ കൂടെ പാടുന്ന ആളല്ല, അപ്പൊ ഒരു പാട്ടൊക്കെ പാടി അപ്പൊ പ്രശ്നം തീരും. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ? മൗനമേ എന്നുള്ള പാട്ടില്ലേ? അയ്യോ, എനിക്കറിയത്തില്ല. എന്നാ പിന്നെ ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടിയപ്പോ. പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം, പൂന്തേനരുവി. ഇവിടെ ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഇത് നോക്കി, വയലിൻ, തമ്പുരു, അല്ല കലാകാരന്മാരും ഉണ്ട്. അതാണ്. ഇപ്പം ടീം പത്തനംതിട്ട അങ്ങനെയുള്ള പുതിയ തലമുറയുടെ കുറെ ടീമുകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ തലമുറയിലുള്ള കോമഡി ആർട്ടിസ്റ്റുകളോട് അവരുടെ ആ ഒരു രീതി അവരുടെ പെർഫോമൻസിനെ കുറിച്ച് ഉല്ലാസേട്ടന്റെ അഭിപ്രായം എന്താണ്? നല്ല ഗംഭീര പെർഫോമൻസുകളാണ് ഇപ്പോഴത്തെ. പിന്നെ പറയുന്നത് പിന്നെ ടീം പത്തനംതിട്ട നല്ല ഒരു കുറെ പുതിയ കൗണ്ടറുകളുമായിട്ടാണ് അവർ വരുന്നത്. ഒരു കുറെ സ്റ്റഡി ചെയ്തിട്ടാണ് വരുന്നത്. കൊള്ളാം, നല്ല ടീമാണ്. ഇടയ്ക്ക് ഞാനൊരു പ്രോഗ്രാം പന്തളത്ത് നടത്തിയപ്പം അവർ വന്ന് ഒരു പ്രോഗ്രാം ചെയ്ത് എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്തു തന്ന, എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തായിരുന്നു. അപ്പം അത് അവന്മാർ വന്ന് അവരുടെ ആയിട്ട് ഒരു സ്കിറ്റ് കളിച്ചിട്ട് പോയി. നല്ല സ്കിറ്റായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭയങ്കര റിസ്ക്കാണ്. ഇപ്പോൾ കോമഡി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു നിസ്സാര കേസല്ല. അത്
ഉണ്ടാക്കി അവതരിപ്പിച്ച് ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ജോലി തന്നെയാണ്. അതെ. പേടിയാണ് ഇപ്പൊ സ്റ്റേജിൽ പോകാൻ. പ്രത്യേകിച്ച് ഇപ്പോൾ കോമഡിയോട് സ്റ്റേജ് ഷോയിൽ കോമഡി പരിപാടികളെ ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. കോമഡി പ്രോഗ്രാംസ് ഒഴിവാക്കി എനിക്ക് തോന്നുന്നു അത് നാട്ടുകാരുടെ കുഴപ്പമല്ല. നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചാനൽ തുറന്നാൽ കോമഡി ഷോ മാത്രമേ ഉള്ളൂ. ഇഷ്ടം പോലെ കോമഡി ഷോകൾ ഇങ്ങനെ യൂട്യൂബിലും ചാനലുകളിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ ഇത് തന്നെ വേണം ഉത്സവപ്പറമ്പിലും പോയാൽ കാണാൻ. അതുകൊണ്ട് ആൾക്കാർക്ക് വെറുത്തു തുടങ്ങി. ആൾക്കാർക്ക് അതൊരു ഇപ്പം വീണ്ടും പഴയതുപോലെ പാട്ട്, DJ അങ്ങനെയുള്ള പരിപാടികളിലേക്ക് ആളുകൾ പോയി തുടങ്ങി. പുതിയ കലാകാരന്മാർക്ക് ഒരുപാട് പിള്ളേർ വരുന്നുണ്ട്. ഒരുപാട് പിള്ളേർ വരുന്നുണ്ട്. അവരുടെ ഇടയിലൊക്കെ നമ്മൾ ഇത്രയും നാൾ പിടിച്ചു നിന്നില്ലേ? അതൊക്കെ വലിയ കാര്യമല്ലേ? അസുഖം വന്നപ്പോഴല്ലേ നമ്മൊന്നും വീട്ടിൽ ഇരിക്കേണ്ടി വന്നത്. അതിനു മുമ്പ് നമ്മൾ അസുഖം വരുന്നതിന്റെ തലേന്ന് വരെ നമ്മൾ സ്റ്റേജിലായിരുന്നല്ലോ. നമ്മൾ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. വന്നില്ലായിരുന്നാലും ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ട് പോകല്ലോ. ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നേനെ. അപ്പോഴും ദൈവം നമ്മൾ നടത്തിച്ചുകൊണ്ട് പോകുന്നില്ലേ? അത് തന്നെ വലിയ കാര്യം. ഇത്രേ ഉള്ളൂ. ചേട്ടാ, രമേശ് പിഷാരിയുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടല്ലോ. ആ സൗഹൃദത്തെ കുറിച്ചൊന്ന് പറയാം. മാന്യനായ ഒരു മിമിക്രി കലാകാരനാണ്. അതുപോലെ തന്നെ നല്ല വിവരവും വിദ്യാഭ്യാസവും അറിവും ബോധവുമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം സഹജീവികളോട് അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് സ്നേഹവും കരുതലുമുള്ള ഒരു വ്യക്തിയാണ്. അതായത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. എനിക്ക് സുഖമില്ലാതായപ്പോൾ എന്നെ സഹായിക്കാനും എനിക്ക് വേണ്ട ചികിത്സാ സഹായം ചെയ്യാനും ഏറ്റവും മുന്നിൽ നിന്ന ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി. പാലക്കാട് മത്സരിക്കുന്നുണ്ട്. എൻ്റെ എല്ലാവിധ വിജയാശംസകളും. പന്തളം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ ലോകം ഒട്ടുക്കും ഉള്ള മനുഷ്യരെ അറിയാനുള്ളൊരു സാഹചര്യം ചേട്ടനിലൂടെയാണ് സംഭവിച്ചത്. അപ്പം ചേട്ടൻ്റെ ഇപ്പോഴത്തെ ആ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പോഴെന്തോ സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ ഒരു ആരോഗ്യ പ്രശ്നം ഉള്ളതാണ് ഇപ്പോൾ ഒരു പ്രശ്നം. ആരോഗ്യത്തിൻ്റെ കണ്ടില്ല ഈ ഒരവസ്ഥയുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതിപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കുറച്ച് സമയം എടുക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത്. അത് കാരണം ജീവിത സാഹചര്യം ഇച്ചിരി മോശമാണ്. കാരണം നമ്മൾ പഴയതുപോലെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. ജോലി എന്ന് പറയുന്നത് നമ്മുടെ കലാരംഗത്ത് പ്രവർത്തിക്കാൻ പറ്റാത്തത് കാരണം വരുമാനത്തിൻ്റെ ഒരു കുറവുണ്ട്. അതിന് പരിഹാരം എന്നോണം ഞാൻ നേരത്തെ അസുഖം വരുന്നതിന് മുമ്പ് തന്നെ ഒരു കട സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതായത് റെസ്റ്റോറൻറ്റ്. അതിപ്പം വലിയ കുഴപ്പമില്ലാതെ ഓടിപ്പോകുന്നത് കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നടന്നു പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ പന്തളം എന്ന പേര് പ്രശസ്തമായത് ഞാൻ കാരണമല്ല. അവിടെ ഭഗവാൻ അയ്യപ്പൻ്റെ പേരിലാണ് പന്തളം ഈ ലോകം മൊത്തം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അറിയപ്പെടുന്നത് കേട്ടോ. പിന്നീട് കുറേ ആൾക്കാരുണ്ട് അവിടെ. പന്തളം സുധാകരൻ സാറ്, പന്തളം ബാലൻ, പിന്നെ അതിൻ്റെ ഏറ്റവും താഴെയുള്ള ആളാണ് ഞാൻ. പന്തളം ഉല്ലാസ് പന്തളം അങ്ങനെ അറിയപ്പെടുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ പന്തളത്തെ അറിയുന്നുണ്ട്. അതൊരു വലിയ സന്തോഷവും അഭിമാനമാണ്. ജാലകം ടിവിയുടെ ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഉല്ലാസ് ചേട്ടനാണ്. ചേട്ടന് ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കാനും അതുപോലെ തന്നെ തുടർന്ന് വലിയ വലിയ പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൽ എത്തിച്ചേർന്ന ഉല്ലാസ് ചേട്ടന് ജാലകം ടിവിയുടെ നന്ദി അറിയിക്കുന്നു. ജാലകം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.